കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് മദർ തെരേസ ദിനം സംഘടിപ്പിച്ചു. ശ്രീ ബാബു പാക്കനാർ അധ്യക്ഷനായ സമ്മേളനത്തിൽ പ്ലാക്കാട് ശ്രീകുമാർ സ്വാഗത പ്രസംഗം നടത്തി. ദൈവമേ, ലോകമെങ്ങുമുള്ള ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് സേവനമനുഷ്ഠിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളിലൂടെ അവർക്കുള്ള ദിവസേനയുള്ള ആഹാരവും ഞങ്ങളുടെ സ്നേഹത്തിലൂടെ അവർക്ക് ശാന്തിയും സന്തോഷവും ലഭിക്കുമാറാകണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, തർക്കങ്ങളുള്ളിടത്ത് സമന്വയവും, നിരാശയുള്ള ഇടങ്ങളിൽ പ്രത്യാശയും, നിഴലിൽ വെളിച്ചവും, ദുഃഖങ്ങളിൽ സന്തോഷവും കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഞാനല്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ലോക മനുഷ്യസ്നേഹിയാണ് മദർ തെരേസ. അവർ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി, ഉപവി സഹോദരിമാർ എന്നറിയപ്പെടുന്ന ആ മഹാക്രിസ്തീയ സഭയുടെ പ്രാർത്ഥനാവേളകളിൽ സന്യാസിനിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ലോകമെങ്ങുമുള്ള പതിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യസ്നേഹികൾക്ക് ഏവർക്കും പ്രാർത്ഥിക്കാനുമായി മദർ തെരേസ തയ്യാറാക്കിയ പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം അവതരിപ്പിച്ചത്. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട മദർ തെരേസയുടെ ജന്മദിനമാണ് ഇന്ന്. വളരെ വിശുദ്ധമായൊരു ദിനമാണ്. ഈ ദിനത്തിൽ നമ്മളേറെ സംസാരിക്കേണ്ടതല്ല, സംസാരിക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ദിനമാണിത്. ആ ദിനം മാത്രമല്ല, എല്ലാ ദിവസങ്ങളും അതാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ദിനം നമ്മെ പഠിപ്പിക്കുന്നത്. മദർ തെരേസ അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ ഹൃദയമേത് പക്ഷത്താണെന്നറിയുമല്ലോ എന്നൊരു കവിത എഴുതുമ്പോൾ, ക്രിസ്തു ജീവൻ ബലി കൊടുത്തത് എന്തിനെന്നോർത്താൽ നിന്ദിതൻ്റെ പീഡിതൻ്റെ കണ്ണുനീരൊപ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ ഏതു പക്ഷം നിന്നു യുദ്ധമായപ്പോൾ, ഭഗവാൻ കൃഷ്ണൻ ഈ ദിനം ആ ദിനം കൂടിയാണ്. അപ്പോൾ കൃഷ്ണൻ ജനിച്ച ദിനമാണ്. അപ്പോൾ കൃഷ്ണൻ ഏതു പക്ഷം നിന്നു യുദ്ധമായപ്പോൾ ധർമ്മപക്ഷ ശക്തിയായി നമ്മൾ അറിയുന്നു. നബി മഹാൻ്റെ ജീവിതപ്പൊരുൾ നമ്മൾ അറിയുമ്പോൾ ഹൃദയപക്ഷം ചേർന്ന് നിൽക്കും തീർച്ചയായിട്ടും എന്നാണ്. അപ്പോൾ അങ്ങനെ മഹാന്മാരായിട്ടുള്ളവരുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അവർ വാചകമടിക്കല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, പ്രവർത്തനങ്ങൾക്കാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഫാദർ സാമുവൽ പഴവൂർ പടിക്കൽ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. മദർ തെരേസ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരപ്പൻ്റെയും അമ്മയുടെയും മകളായി ഈ ഭൂമിയിൽ ജനിച്ച ഒരു സാധാരണ അമ്മയാണ്. ആ സാധാരണ അമ്മയെക്കൊണ്ട് ദൈവം അസാധാരണമായ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ആ അമ്മയെ ലോകം നോബൽ സമ്മാനം നൽകി ആദരിച്ചതും അവസാനം പാപങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയെ ലോകം സ്നേഹിക്കുന്നതും. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്: ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചു; ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു; ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. അങ്ങനെ ഉപവി പ്രവർത്തനങ്ങളുടെ കുറേ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഈ ഭാഗം ആഗ്നസ് എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി ട്രെയിൻ യാത്രയിൽ വായിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി ഉള്ളിലൊരു വിളിയുണ്ടാവുകയാണ്: ഞാൻ ഇതുവരെ ജീവിച്ചതുപോലെ ജീവിച്ചാൽ പോരാ, എനിക്ക് കുറച്ചുകൂടി ദൈവസ്നേഹത്തോടു കൂടി ജീവിക്കണമെന്ന ഒരു ഉൾവിളി ഉണ്ടാവുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് നല്ല ഒരു അധ്യാപകയായിരുന്ന മദർ തെരേസയെക്കുറിച്ച് ഒരു പക്ഷേ നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്, ഷി വാസ് എ ഗുഡ് ടീച്ചർ. നല്ലൊരു അധ്യാപകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ
മനുഷ്യരുടെ ഉള്ളിൻ്റെ ഇരുട്ടിനെ അകറ്റിയിരുന്ന ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മദർ തെരേസ. ആ ഒരു നല്ല ടീച്ചർക്കാണ് പിന്നീട് ഈ പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയിലേക്ക് മാറ്റുവാനായിട്ട് ദൈവം കാരണമായത്. ഡോക്ടർ വിനയ് കവരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. മദർ തെരേസയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയാം. അതുപോലെ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മദർ തെരേസയുടെ അതേ വഴിയിലൂടെയാണ് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ റൂവൽ സിംഗും അതുപോലെ തന്നെ അവരുടെ ടീമും ഫാമിലിയും പോകുന്നത്. സാറിൻ്റെ ഈ ഒരു വഴി ആരോഗ്യ മേഖലയിലാണെങ്കിൽ സാർ ഇപ്പോൾ ചെയ്യുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ്, അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്കുള്ള സൗജന്യ ചികിത്സ, സൗജന്യ ആംബുലൻസ് സർവീസ്, സൗജന്യ വസ്ത്രവിതരണം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ. ഇതുകൂടാതെ അനേക വിദ്യാർത്ഥികൾക്ക് PSC കോച്ചിങ്, സൗജന്യ PSC കോച്ചിങ്ങും നൽകി വരുന്നു. ഞാനുൾപ്പെടുന്ന പല യുവജനങ്ങളും സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹായത്തിനുണ്ടെങ്കിലും ഇനിയും പല യുവജനങ്ങളും വരണം. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു വലിയൊരു ബ്രാൻഡാക്കി മാറ്റുവാനും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ പല ഇടങ്ങളിലും, ലോകത്തെ പലയിടങ്ങളിലും, അത് കേരളത്തിൽ ഒതുങ്ങാതെ ഇന്ത്യയിലും മറ്റ് പലയിടങ്ങളിലും ആ പ്രവർത്തനങ്ങൾ അവരറിയണം. ലോകത്തിലെ പല, ഞാൻ ഉൾപ്പെടുന്ന യുവജനങ്ങൾ അത് അറിയണം. അവർക്ക് സഹായം ഏത് രീതിയിൽ നൽകാൻ കഴിയും ആ രീതിയിലേക്ക് അവർ ഈ ഒരു ട്രസ്റ്റിനെ സഹായിച്ച് ഇതൊരു സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് വലിയൊരു ബ്രാൻഡ് ആയി, ഇത് വലിയൊരു നെറ്റ്വർക്കിംഗ് ആയി മാറാനും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. സമുദ്രതീരം കുടുംബാംഗം മേരിക്കുട്ടി മദർ തെരേസ ദിന സന്ദേശം പങ്കുവച്ചു. അന്നം തരുന്നവരെയും വിശക്കുന്നവൻ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവർക്ക് കരുണയുണ്ടാകുമെന്നാണ് യേശുദേവൻ നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ്, അനന്തൻ മൈനാഗപ്പള്ളി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. മദർ തെരേസ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം ജീവിതം തന്നെ ആ ധീര വനിത മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി നിരാലംബരായവർക്കും അവശത അനുഭവിക്കുന്നവർക്കും കുഷ്ഠരോഗികൾക്കും രോഗികൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച് സുഖ സൗകര്യങ്ങളെല്ലാം ചെറുപ്പത്തിലെ ഉപേക്ഷിച്ച് അനാഥരെയും മറ്റും സംരക്ഷിക്കാൻ നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന് കൽക്കട്ട കേന്ദ്രമാക്കി വലിയൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുകയും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി എല്ലാവരുടെയും പ്രശംസാപാത്രമായി ഭാരതരത്ന പുരസ്കാരം വരെ ഏറ്റുവാങ്ങിയ ആ മഹത് വ്യക്തി, ആ മഹത് വനിതയുടെ ആ രാജ്യത്തിൽ നമ്മളും ഇവിടെ ജീവിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ആ അമ്മ സഞ്ചരിച്ച അതേ പാതയിൽ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട റൂവൽ സിംഗ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ ജീവിതം. ഈ അവശരർക്കും നിരാലംബർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജനനം മരണം ഈ രണ്ട് സംഭവങ്ങൾക്കിടയിലുള്ള കുറച്ച് കലണ്ടർ വർഷങ്ങളാണ് നമുക്ക് ഈ ഭൂമിയിൽ ദൈവം ആയുസ് തന്നിട്ടുള്ളത്. ആ ജീവിതം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ലവരോടൊപ്പം ഇടപഴകുക, എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ, അതായത് നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ജനിച്ചു വളർന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന സേവന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരാളെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും. അപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു വഴികാട്ടിയാവുക, നമ്മളെ കൊണ്ട് കഴിയുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവരും പങ്കാളികളാവുക എന്ന് മാത്രം പറയുകയാണ്. രജീഷ് ഷാറിൻ്റെ നന്ദി പ്രകാശനത്തോടെ സമ്മേളനത്തിന് സമാപനം കുറിച്ചു.